വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ കർത്താവ് നമ്മുടെ നടുവിൽ നടകൊള്ളുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ കർത്താവിന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് ദൈവത്തിൽ വാപൂട്ടിയിരിക്കാൻ കഴിയത്തില്ല. അവർ പ്രാപിച്ച ദൈവകൃപയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് എത്ര ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എന്നോട് ഹൃദ്യമായി സംസാരിക്കണം. ശമൂവേൽ ഇങ്ങനെ പ്രാർത്ഥിച്ച്, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവശബ്ദം ശമൂവേലിൻ്റെ കാതുകൾ കേട്ടെങ്കിൽ കർത്താവേ അവിടുത്തെ ശബ്ദം ഞങ്ങളെ ഒന്ന് കേൾപ്പിക്കണമെന്ന് എത്ര ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ഭൃത്യൻ സംസാരിച്ച വചനവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചൊരു വേദഭാഗം ദൈവസ്ഥനിൽ വായിച്ച് ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 45-ാമത് വാക്യം ആരെങ്കിലും ശബ്ദമുയർത്തി ദൈവസ്ഥനിൽ വായിക്കാൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമല്ലോ. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, കർത്താവ് നമ്മളോട് അരുളി ചെയ്തത് നിവർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നത് സ്ത്രീ ആയിക്കൊള്ളട്ടെ, പുരുഷനായിക്കൊള്ളട്ടെ, കൊച്ചു കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, അത് വിശ്വസിക്കുന്നവർ ഭാഗ്യമുള്ളവരാ, അവരനുഗ്രഹിക്കപ്പെട്ടവരാ. കർത്താവ് നമ്മളോടൊരു വാഗ്ദാനം അരുളി ചെയ്താൽ ആമേൻ നിവർത്തിക്കപ്പെടുവാൻ സാധ്യതയില്ലെന്ന് ലോകം പറഞ്ഞാലും അരുളി ചെയ്തത് ദൈവമായതുകൊണ്ട് കർത്താവ് നിവർത്തിക്കും. അതാ വചനം പറയുന്നത്. നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശക്തിമാൻ എന്ന് പറഞ്ഞാൽ ആലോചന പറഞ്ഞാൽ നിവർത്തിപ്പാൻ കർത്താവ് ശക്തിയുള്ള ദൈവമാണ്. ഈ ലോകത്തിലെ മനുഷ്യരുടെ വാക്കുകളെല്ലാം മാറിപ്പോകും, അവരുടെ വാഗ്ദാനങ്ങളെല്ലാം നീങ്ങിപ്പോകും. നമ്മെ നോക്കി, നമ്മുടെ കുടുംബത്തെ നോക്കി, നമ്മുടെ സാഹചര്യങ്ങൾ നോക്കി ഒത്തിരി വ്യക്തികൾ വാഗ്ദാനങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അവർ പറയും, എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് സാധിക്കുകയില്ല, ഞങ്ങളുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി എന്ന് ഈ ലോകത്തിലെ മനുഷ്യൻ പറയും. എന്നാൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം ഒരു വാഗ്ദാനം വിളിച്ചു പറഞ്ഞാൽ അത് മാറ്റുവാൻ കർത്താവ് അവിശ്വസ്തതയുള്ള ദൈവമല്ല. പലപ്പോഴും നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം നമ്മോടുകൂടെ വിശ്വസ്തനായി പാർക്കുന്ന ദൈവമാണ്. അത് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. അപ്പോൾ കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് ആര് വിശ്വസിക്കുന്നുണ്ടോ അവരനുഗ്രഹിക്കപ്പെട്ടവരാ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. വചനം പറയുന്നു, സക്കറിയ പുരോഹിതനും എൽസബത്തും അവരെ പറ്റിയുള്ള സാക്ഷ്യം ലൂക്കോസിലുണ്ട്. അവരിരുവരും ദൈവസ്ഥൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമറ്റവരായിരുന്നു. ദൈവസ്ഥൽ നീതിയുള്ളവരായിരുന്നു, കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമറ്റവരായിരുന്നു. പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന സക്കറിയ പുരോഹിതന് ധൂപം കാട്ടാൻ നറുക്കു വീണു. എല്ലാവർക്കും കിട്ടത്തില്ല, നറുക്കു വീഴുന്ന വ്യക്തിക്ക് മാത്രമേ ധൂപം കാട്ടാനുള്ള അവസരമുള്ളൂ ആ കാലഘട്ടത്തിൽ. അപ്പോൾ ധൂപം കാട്ടുവാൻ നറുക്കു വീണ ദൈവമനുഷ്യൻ ആലയത്തിൽ നിന്ന് എല്ലാവരോടും പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. പക്ഷേ തൻ്റെ അകത്ത് ആശ്വാസമില്ല. ഇന്ന് ഈ പകൽ വചനം പറയുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ പറയാം, നീ പലരെ ധൈര്യപ്പെടുത്തുന്ന വ്യക്തിയാ, നീ പലരെ ആശ്വസിപ്പിക്കുന്ന വ്യക്തിയാ. പക്ഷേ നിന്റെ ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങളിൽ ആശ്വാസം നഷ്ടപ്പെട്ടു പോയി ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു ദൂതനെ കർത്താവ് അയച്ചിട്ടുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിൻ്റെ ദൂതൻ പുറപ്പെട്ടിട്ടുണ്ട്. നിന്നെ ധൈര്യപ്പെടുത്തുവാൻ ഒരു ദൂതുമായി ദൈവത്തിൻ്റെ അരുളപ്പാട് പുറപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെന്ന് സക്കറിയ പുരോഹിതൻ പറയും. പക്ഷെ തൻ്റെ ഉള്ളിൽ എന്തില്ല? ആശ്വാസമില്ല. ആമേൻ. ശുശ്രൂഷ തികച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് പ്രത്യക്ഷനായി. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ പറയാം, ഈ പ്രാർത്ഥന കഴിഞ്ഞ് നീ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മേൽ മറുപടിയുമായി ദൈവം തന്റെ ദൂതനെ അയക്കുന്ന പകലാ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രതികരിക്കുന്ന പകലാകട്ടെ. ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ജീസസ്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ ദൂതൻ
ആമേൻ സെക്കരിയാവിന് വേണ്ടി ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് പ്രത്യക്ഷനായി. ദൂതനെ കണ്ട് സെക്കരിയാവ് ഭയപരവശനായി എന്ന് പറഞ്ഞാൽ നേരത്തെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തനിക്കില്ലാരും തോന്നും. ഭയപരവശനായി. പറഞ്ഞ ദൂത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എലിസബത്തിലൂടെ അടുത്തൊരു ജനറേഷൻ പുറത്തു വരും. അത് വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം പറയുകയാ. ആരോടാ പറയുന്നത്? ഒരു മനുഷ്യനോടല്ല പറയുന്നത്. ദൈവസന്നിധിയിൽ ആമേൻ നിൽക്കുന്ന ദൂതനായിരിക്കുന്ന ഗബ്രിയേലിനോട് പറയും, എൻ്റെ ഭാര്യ വയസ്സി എന്നവളാ, നീ എന്തോ ഈ പറയുന്നത്? പക്ഷെ ദൂതൻ അവിടെ ഒന്നൊരു കാര്യം പറഞ്ഞു, തക്ക സമയത്ത് നിവർത്തിയാകാനുള്ള എൻ്റെ ഈ വാക്ക് നീ വിശ്വസിക്കാകിയാൽ ഇത് സംഭവിക്കും വരെ നീ ഊമനായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, സമയത്തിന് മുന്നമേ ദൈവം ഒന്നും ചെയ്യത്തില്ല. സമയം കഴിഞ്ഞും കർത്താവൊന്നും ചെയ്യത്തില്ല. അവൻ ചെയ്യുന്നതെല്ലാം തക്ക സമയത്താ. ഇന്ന് ഈ വചനം എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കും, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി സ്വർഗം ഇറങ്ങി വരും. തക്ക സമയത്ത് നിവർത്തിയാകാനുള്ള എൻ്റെ ഈ വാക്ക് ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, തക്ക സമയമാകുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. തക്ക സമയമാകുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. തക്ക സമയമാകുമ്പോൾ നിന്റെ നിന്ദകൾ മാറും. ആമേൻ, ആമേൻ. ഓർത്ത് നോക്കിയേ, ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാ, ദൈവം വലിയവനാന്ന് പറയുന്ന വ്യക്തിയാ, പക്ഷെ തൻ്റെ അകത്ത് എന്തില്ല? വിശ്വാസമില്ല. പ്രിയ പിതാവ് പറഞ്ഞല്ലോ, നമ്മുടെ അകത്ത് പലർക്കും വിശ്വാസമില്ല. ഈ വചനം അതുപോലെ എഴുതി വെച്ചതങ്ങ് വായിച്ചു വിടുന്നേ ഉള്ളൂ. പക്ഷെ നിന്റെ അകത്ത് എന്ത് വേണം? വിശ്വാസം വേണം. അവർ വിശ്വസിക്കായകയാൽ അവർക്കത് ഉപകാരമായി ഭവിച്ചില്ല. പുതിയ നിയമസഭയുടെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. വചനം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ഒന്ന് ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് പകൽ കർത്താവിനെ അന്വേഷിച്ച ഇതിനകത്ത് വന്നത്. ലോകപ്രകാരം പലയിടങ്ങളിൽ നിനക്ക് പോകാമായിരുന്നു, അതൊക്കെ വേണ്ടാന്ന് വെച്ച് കർത്താവിനെ അന്വേഷിച്ച് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. അപ്പോൾ സെക്കരിയാവ് എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. ദൂതൻ അതോറിറ്റിയുള്ള വ്യക്തിയാ. ആ ദൂത് കൈമാറണം ദൂതന്. അതൊരു വ്യക്തി എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യാതെ ആമേൻ ആ ദൂത് താൻ നിസ്സാരവൽക്കരിച്ചപ്പോൾ ദൂതൻ പറയുകയാ, ഇത് സംഭവിക്കുന്നവരെ നീ ഊമനാകും, നീ ഒരു ഡെഫായിട്ടിരിക്കും, ഇത് സംഭവിക്കുന്നത് വരെ നീ ഊമനായിരിക്കും. അന്ന് ആലയത്തിൽ നിന്നുകൊണ്ട് ആംഗ്യം കാണിച്ചതാ. ഇന്ന് പല ആലയത്തിൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുക. എങ്ങനാ? ഈ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുക. അതാരാ കാണിച്ചത്? സെക്കരിയാവ് ആംഗ്യം കാണിച്ചത്. ഇന്ന് പല ആലയത്തിലും ചെന്ന് കഴിഞ്ഞാൽ സ്തുതി സ്തോത്രമൊന്നും ഇല്ല, ഇങ്ങനെ കുരിശു വരയ്ക്കുന്ന പോലൊക്കെ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഭാവന ഞാൻ പറയാം, സെക്കരിയാവ് വന്ന് ആംഗ്യം കാണിച്ചു വെച്ചു. ആമേൻ. വീട്ടിലേക്ക് പോയി. ആമേൻ. അന്ന് മുതൽ ഊമനായിട്ടിരിക്കുക. എന്നാൽ ഭാര്യ എലിസബത്ത് വിശ്വസിച്ചു. ഒരു വീട്ടിൽ 2 വിശ്വാസമുള്ളവർ. എത്ര പേർ ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ശുശ്രൂഷ നിൽക്കുന്ന സെക്കരിയാവിന് വിശ്വാസക്കുറവ്. എന്നാൽ ഭാര്യ വിശ്വസിച്ചപ്പോൾ അവൾ പറയുകയാ, മനുഷ്യരുടെ മുമ്പിലുള്ള എൻ്റെ നിന്ദയെ നീക്കാൻ സർവശക്തൻ എന്നെ കടാക്ഷിച്ച നാളിൽ എനിക്കിങ്ങനെ ചെയ്തല്ലോ. ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ പറയാം, വീടിനകത്ത് 2 വിശ്വാസമുണ്ടെങ്കിൽ നീ ധൈര്യത്തോടെ വിശ്വസിച്ചാൽ മനുഷ്യരുടെ മുമ്പിലുള്ള നിന്റെ നിന്ദ മാറാൻ പോവുകയാ. വർഷങ്ങളായിട്ടുള്ള ചില നിന്ദകളെ മാറ്റാൻ ഇത് 2026 എന്ന് പറയുന്ന കർത്താവിന്റെ വർഷമാ. മനുഷ്യരുടെ മുമ്പിലുള്ള നിന്നെ നീക്കാൻ സർവശക്തൻ നിന്നെ കടാക്ഷിക്കുന്ന ആണ്ടായത്. ഈ സഭയുടെ മേലുള്ള നിന്ന മാറാൻ പോവാ. ചില കുടുംബങ്ങളുടെ മേലുള്ള നിന്ന മാറാൻ പോകുക. ചില വാക്തത്വ വിഷയങ്ങളുടെ മേലുള്ള നിന്ന മാറാൻ പോവാ. അപ്പൊ മനുഷ്യരുടെ മുമ്പിലുള്ള എന്റെ നിന്നയെ നീക്കാൻ സർവശക്തൻ എന്നെ കടാക്ഷിച്ചെന്ന് ആര് പറഞ്ഞു? ആമേൻ. എലിസബത്ത് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അത് വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അപ്പൊ കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് ആര് വിശ്വസിക്കുന്നു അവരുടെ ലൈഫിൽ വാക്തത്വം ഉരുവാകാൻ തുടങ്ങും. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ദൈവം പറഞ്ഞ പ്രോമിസ് ഉരുവാകാൻ പോവാ. ദൈവം പറഞ്ഞ വാക്തത്വം നിവർത്തിയാകാൻ പോകുകയാ. അപ്പോൾ എലിസബത്ത് വിശ്വസിച്ചു.
സെക്കരിയാവ് വിശ്വസിച്ചില്ല. വാഗ്ദത്ത നിവൃത്തിയുടെ സമയമായി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്നാ വചനം പറയുന്നത്. വാഗ്ദത്ത സന്തതി ഉരുവായി കഴിഞ്ഞപ്പോൾ പേരിടുന്ന സമയമായി. ഒരു എഴുത്തുവല കൊണ്ടുവന്നു, പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞ് ആംഗ്യം കാണിച്ചു. യോഹന്നാൻ എന്നങ്ങോട്ട് എഴുതി പൂർത്തീകരിക്കുകയും തൻ്റെ നാവിൻ്റെ കെട്ടുപൊട്ടി. ഇന്ന് ഈ വചനം പറയുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ പറയാം, വിശ്വസിക്കാഞ്ഞതിൻ്റെ അനന്തര ഫലമായി ചില നാളുകൾ മൗനമായി ഇരിക്കേണ്ടി വന്നെങ്കിൽ, ഇതിനകത്ത് എത്ര ദൈവമക്കൾ അതിരുകടന്ന് വിശ്വസിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞ വാഗ്ദത്തം കാണുക മാത്രമല്ല, അനുഭവിക്കാനൂടെ ദൈവം നിനക്ക് യോഗം തരാൻ പോകുക, അനുഭവിക്കാനൂടെ ദൈവം നിനക്ക് ഭാഗ്യം തരാൻ പോകുക. യോഹന്നാൻ എന്നൊരു പേര് എഴുതി കഴിഞ്ഞപ്പം നാവിൻ്റെ കെട്ടുപൊട്ടി. വാഗ്ദത്തം എഴുതാൻ തുടങ്ങണം. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം എഴുതണം. വചനം പറയുന്ന ദർശനം എഴുതുക, ഓടിച്ചു വായിക്കത്തക്കവണ്ണം തെളിവായി എഴുതുക. ദർശനത്തിൻ്റെ അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം തെറ്റത്തില്ല, വൈകിയാലും അതിനായി കാത്തിരിക്കാം. അത് വരും നിശ്ചയം താമസിക്കത്തില്ല, വൈകിയാലും അത് വരും നിശ്ചയം താമസിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറഞ്ഞാട്ട് ഞാൻ ദർശനം എഴുതാൻ പോവാ. എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ഒത്തിരി പേര് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജോലിയില്ലാത്തവർ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ആമേൻ, ആമേൻ. അങ്ങനെയുള്ള ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് കർത്താവിനോട് പറയുന്നു. ആമേൻ. വാഗ്ദത്ത നിവർത്തികൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. തലമുറയില്ലാത്തവർ വിശ്വാസത്തോടെ ഡ്രസ്സ് വാങ്ങിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം നടന്നു. വിശ്വാസത്തിൻ്റെ ആക്ഷനാ ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിക്കുന്ന വ്യക്തി ആരാ? ഭാഗ്യവതി. മറിയെക്കുറിച്ച് പറയുന്ന സകല മനുഷ്യരെ നിന്നെ ഭാഗ്യവതി എന്ന് എന്തെയും വാഴ്ത്തും. നസ്രയത്തെന്ന് പേരുള്ള ഗലീല പട്ടണത്തിൽ യോസഫിന് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുത്ത് ദൂതന്റെ വിസിറ്റേഷൻ നടന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? അപ്പോൾ നസ്രയത്തെന്ന് പേരുള്ള ഗലീല പട്ടണത്തിൽ കന്യകമാരില്ലാഞ്ഞിട്ടല്ല, അവരെയൊക്കെ മറികടന്ന് മറിയുടെ അടുത്ത് ദൂതം വന്നു. ഇന്ന് ഈ ദൈവാത്മാവിൽ ഞാൻ പറയാം, ഈ ദേശത്ത് സഭകളില്ലാഞ്ഞിട്ടല്ല, ആത്മാക്കളില്ലാഞ്ഞിട്ടല്ല, അവരെ എല്ലാം മറികടന്ന് ഒരു ഗോഡ്സ് വിസിറ്റേഷൻ ഈ 2026 എന്ന് പറയുന്ന വർഷത്തിന്റെ 2ാം മാസം നിനക്ക് വേണ്ടി ഒരു ദൂതുമായി പരിശുദ്ധാത്മാവ് ആരെയെങ്കിലും നിന്റെ അടുക്കൽ അയച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കർത്താവിന്റെ ദാസൻ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്ന എത്ര ദൈവമക്കളുണ്ട്. അപ്പം മറിയ അത് വിശ്വസിച്ചു. ആ വന്ദനസ്വരം കേട്ടു. പ്രിയ അപ്പച്ചൻ പറഞ്ഞല്ലോ, ആമേൻ. ആ സല്യൂട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ പേടിച്ചു പോയി. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ദൈവസ്ഥൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനാ, ഗബ്രിയേലാ, ഈ ദൂത് പറയാൻ വന്നാന്ന് പറഞ്ഞു. മറിയോട് പറഞ്ഞപ്പം മറിയ പറയുക, ഞാൻ കർത്താവിന്റെ ദാസി. പറഞ്ഞാട്ടെ, ഞാൻ എൻ്റെ കർത്താവിന്റെ വകയാ. നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അഖിലാണ്ടത്തിന്റെ രക്ഷിതാവ് അവളിൽ ഉരുവായെങ്കിൽ, ഇന്ന് ദൈവാത്മാവ് ചിലരോട് പറയുന്നു, ഒരു സാധ്യത ഇല്ലാത്തിടത്ത്, ഒരു പ്രതീക്ഷയ്ക്കും സാധ്യത ഇല്ലാത്തിടത്ത്, ആമൻ, സ്വർഗത്തിന്റെ മണിമകുടമായിരിക്കുന്നവൻ, ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായിരിക്കുന്നവൻ, പിതാവിന്റെ മഹിമയുടെ വലഭാഗത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ പുത്രൻ, വാഗ്ദത്തത്തിന്റെ സന്തതി നിന്റെ മേൽ ഉരുവാകുന്ന ദിവസങ്ങളായത്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ശക്തിയോടെ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ഞാൻ ഏറ്റുപറയുന്ന ദൈവമക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ദൂത് പറയുമ്പോൾ എന്ത് ചെയ്യുക? നീ റിസീവ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ്. യെശയ്യാവിൽ പറയുന്ന എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എൻ്റെ വചനം അത് വെറുതെ എന്നിലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിച്ച് അതിൻ്റെ പ്രവൃത്തി തികച്ചിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ? മടങ്ങി വരത്തുള്ളൂ. ഇവിടെ പ്രിയ അപ്പച്ചൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിൽ അയച്ച കാര്യം സാധിക്കും. എന്നാൽ ഈ ഹോളിനകത്ത് ആർക്കും ഈ വചനം വേണ്ടെങ്കിൽ ഈ വചനം ഇവിടെ നിൽക്കത്തില്ല, ഇവിടുന്ന് പുറപ്പെടും. ഈ ദേശത്ത് ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ മുറിയിൽ ഒരു വ്യക്തി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന് വേണ്ടി ഈ വചനം പുറപ്പെട്ടി എന്നിട്ട്
അയച്ച കാര്യം സാധിച്ചതിന്റെ പ്രവൃത്തി തികച്ചിട്ടേ മടങ്ങി വരത്തുള്ളൂ. ഇന്ന് പകൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഇവിടെ പറഞ്ഞ വചനം വെറുതെ മടങ്ങി വരത്തില്ല. അയച്ച കാര്യം സാധിക്കും, അതിന്റെ പ്രവൃത്തി തികയ്ക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ കരങ്ങളെ അടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന പകലാകട്ടെ. വചനം വെറുതെ മടങ്ങി വരത്തില്ല, അയച്ച കാര്യം സാധിക്കും. ഇവിടെ പുറപ്പെട്ട വചനങ്ങളെല്ലാം അയച്ച കാര്യം സാധിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പുറപ്പെട്ട വചനങ്ങളെല്ലാം അയച്ച കാര്യം സാധിച്ചുകൊണ്ടിരിക്കുക. യെസ് യെസ്. 2026 എന്ന് പറഞ്ഞ വർഷം ഒത്തിരി പ്രോമിസ് വേർഡ് കിട്ടിയവരുണ്ട്, വാഗ്ദത്ത വചനം കിട്ടിയവരുണ്ട്. അവരോട് ദൈവാത്മാവ് പറയുന്ന ആ വാഗ്ദത്ത വചനമെല്ലാം അയച്ച കാര്യം സാധിക്കും, അയച്ച കാര്യം സാധിക്കും. ആമേൻ. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? 2-ാം സങ്കീർത്തനത്തിൽ പറയുന്ന, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ആ വചനം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇതൊരു ഓൾ നേഷൻ ചർച്ച എന്ന് പറയാൻ കർത്താവിനോട് പറയുന്നു. മൾട്ടി ലാംഗ്വേജിലുള്ള ദൈവമക്കൾ ഈ ഹോളിനകത്ത് കയറി വരും. ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരുന്ന ദൈവശക്തി ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നു. ചില പട്ടണങ്ങളിലേക്ക് ദൈവം ഇതിനകത്തുനിന്ന് തലമുറകളെ പുറപ്പെടുവിക്കും. അവർ ചെല്ലുന്നിടത്ത് മൾട്ടി ലാംഗ്വേജിലുള്ള ആത്മാക്കളെ ദൈവസഭയ്ക്ക് വേണ്ടി തരുന്ന വർഷമാ 2026. ഉറപ്പുള്ളവർ ചേർന്ന ശക്തിയോടെ Rabalama Shagalama Dharajana Riamdara Jagatara Manasiyamdara Lamda Shara Dharadana Hasathera Mani Yamdara Dura Mana Shagal Kabab. Ramthalama Siyamdara. ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാം. കർത്താവ് ഇത് ചെയ്യാൻ പോവാ, കർത്താവ് ഇത് ചെയ്യാൻ പോവാ. ആമേൻ ആമേൻ. മറിയ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ആ വാഗ്ദത്തം അവളിൽ ഉരുവായി. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് ദൈവാത്മാ പറയുന്നു, വചനം വിശ്വസിച്ചാൽ വാഗ്ദത്തം ഉരുവാകും. ആമേൻ ആമേൻ. അപ്പൊ അരുളി ചെയ്തത് നിവർത്തിയാകുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തി ഭാഗ്യമുള്ളവരാ. പൗലോസിന്റെ കാര്യം നമുക്കറിയാം. താൻ യാത്ര ചെയ്ത കപ്പല് തകരാൻ പോവാന്ന് പൗലോസിനോട് ദൈവം എന്ത് ചെയ്തു? അരുളപ്പാട് കൊടുത്തു. ഇറ്റലിയിലേക്കാണ് യാത്ര തുടങ്ങിയത്. യാത്ര തുടങ്ങുമ്പം വെളിപ്പാടുള്ള പൗലോസ് പറഞ്ഞു, ഈ യാത്രയിൽ കപ്പലിലെ ചരക്കുകൾക്ക് മാത്രമല്ല പ്രാണന് വരെ ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. വെളിപ്പാടുള്ള ഒരു മനുഷ്യൻ ഒരു വെളിപ്പാട് പറയുമ്പം ഏറ്റെടുക്കാൻ ഇന്ന് ഈ ലോകത്തിലെ ബുദ്ധിമണ്ഡലത്തിലുള്ളവർക്ക് അത് വിശ്വസിക്കാൻ കഴിയത്തില്ല. മസ്കറ്റ് എന്നു പേരുള്ള രാജ്യത്ത് ഒരു ദൈവ മനുഷ്യൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിപ്പാട് കണ്ടു. ഒരു വലിയ കൊടുങ്കാറ്റ് ആ രാജ്യത്ത് ആഞ്ഞടിക്കാൻ പോവുകയാണ്. ഭക്ഷണം സ്റ്റോർ ചെയ്യണം. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം വലിയ കൊടുങ്കാറ്റും പേമാരിയും വന്ന് ഈ രാജ്യം തകരും. ആ മനുഷ്യൻ വെളിപ്പാട് കണ്ടിട്ട് വെറുതെ വീടിനകത്തിരുന്നില്ല, തൻ്റെ സ്നേഹിതരോട് പറഞ്ഞു. അവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ചെന്നിട്ട് പറഞ്ഞു, മെട്രോളജി അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ കേന്ദ്രങ്ങളിലൊക്കെ പറഞ്ഞു, വലിയ കൊടുങ്കാറ്റ് ഇവിടെ ആഞ്ഞടിക്കാൻ പോവാം. ഒരു അറബ് രാജ്യത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവർ നിസ്സാരവൽക്കരിക്കും. ഇവനൊരു ഹിന്ദിയല്ലേ, ഇവൻ എന്തിനാ ഇത് പറയുന്നത്? ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടു. ആ മനുഷ്യൻ ജയിലറ പ്രാർത്ഥന മുറിയാക്കി. ദൈവം പറഞ്ഞ അരുളപ്പാടാണെങ്കിൽ നടക്കും. പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസമായപ്പോൾ അവിടുത്തെ മെട്രോളജി വകുപ്പിലുള്ളവർ ഞെട്ടിപ്പോയി. ഒരു വലിയ ന്യൂനമർദ്ദം മസ്കറ്റിലേക്ക് കയറി വരുന്നു. ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഗോനി എന്ന പേരിൽ ഒരു ചുഴലിക്കാറ്റ് അവിടെ ആഞ്ഞടിച്ചു. കേവലം 6 മണിക്കൂർ ഒരു കാറ്റ് മസ്കറ്റിൻ്റെ പ്രാന്തപ്രദേശത്ത് കയറി ഇറങ്ങിയപ്പം 3.5 ലക്ഷം വാഹനങ്ങൾ, വിലപിടിപ്പുള്ള ജർമ്മൻ പ്രീമിയം സെഗ്മെന്റിലുള്ള സകല വാഹനങ്ങളും വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവൻ ജയിലിൽ കിടക്കുക. സുൽത്താൻ കാബൂസ് എന്ന പേരുള്ള ഭരണകർത്താവായിരുന്നെന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്.
പ്രാർത്ഥിക്കുന്ന ഭക്തൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് മസ്കറ്റിൻ്റെ പ്രധാനപ്പെട്ട വലിയ മലകളിൽ നിന്ന് മാമേൻ വെള്ളം ഇങ്ങനെ പാഞ്ഞു വരുന്നത് കണ്ട് രാജ്യം അമ്പരന്നു പോയി. എന്താ കാര്യം? പ്രാർത്ഥിക്കുന്ന ഭക്തനെ ദൈവം ചിലത് കാണിച്ചു. പൗലോസ് പറഞ്ഞ ഈ യാത്രയിൽ കപ്പലിന് മാത്രമല്ല, കപ്പലിലെ ചരക്കുകൾക്ക് മാത്രമല്ല, നമ്മുടെ പ്രാണന് വരെ ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. രാജു എന്ന ആ മനുഷ്യൻ്റെ പേര്. ആമേൻ. ആ മനുഷ്യൻ ദൈവം അനുവദിച്ചാൽ അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ കുവൈറ്റ് വരും. ആ മനുഷ്യൻ വെളിപ്പാട് കണ്ടു. ആമേൻ. ഈ കാര്യം ആമേൻ ദൂത് പറഞ്ഞതുപോലെ സംഭവിച്ചപ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾക്ക് മനസ്സിലായി, ഇത് കാലാവസ്ഥാ കേന്ദ്രങ്ങൾക്കൊന്നും പ്രവചിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സാധാരണക്കാരനായി ഹിന്ദി ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ കൊട്ടാരത്തിൽ വിളിക്കാൻ പറഞ്ഞു. ഇന്ന് ദൈവാത്മാവിൽ ഞാൻ പറയാം, നിന്നെ ലോകം മാനിച്ചില്ലെങ്കിലും രാജാതിരാജാവ് മാനിക്കും. നിന്റെ വെളിപ്പാട് ലോകത്താരും അംഗീകരിച്ചില്ലെങ്കിലും നിനക്ക് കൃപ തന്ന ദൈവമാണെങ്കിൽ നിന്റെ ശുശ്രൂഷയെ രാജസ്ഥാനത്ത് കൊണ്ടുവരും. പ്രാരംഭത്തിൽ പറഞ്ഞു, നീ ഒരു രാജകീയ പുരോഹിത വർഗമാ, നീ ദൈവത്തിന്റെ വിശുദ്ധ വംശമാ, ദൈവത്തിന്റെ സ്വന്തം ജനമാണെങ്കിൽ, നിനക്ക് ശുശ്രൂഷ എന്ന ദൈവമാണെങ്കിൽ നിന്റെ ശുശ്രൂഷയെ രാജസ്ഥാനത്ത് കൊണ്ടുവരും. നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ ആ വിളിക്കൊത്തവണ്ണം ദൈവം നിന്നെ പുറപ്പെടുവിക്കും. നിന്റെ മേൽ കൃപ തന്നത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അത് വ്യാപാരം ചെയ്യാനുള്ള ഇടവും ദൈവം നിനക്ക് നൽകി തരും. രാജാവ് ആളയച്ച മനുഷ്യനെ വിളിപ്പിച്ചു. കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഈ കാര്യം മനസ്സിലായി? ഞാൻ ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ആ കർത്താവ് എന്നെ ചില കാര്യങ്ങൾ അറിയിക്കും. ക്രിസ്ത്യാനികളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. നിങ്ങൾക്കിവിടെ ആരാധിപ്പാൻ ഒത്തിരി സ്ഥലങ്ങൾ തന്നിട്ടുണ്ടല്ലോ, നിനക്ക് മറ്റെന്തെങ്കിലും വേണോ? വിലപിടിപ്പുള്ള പൊന്നോ വെള്ളിയോ രത്നങ്ങളോ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. ആമേൻ. രാജാവോട് ഓർഡർ കൊടുത്തു, എത്ര നാൾ വേണേലും ഒരു ചെലവുമില്ലാതെ മസ്കറ്റിൽ ജീവിക്കാനുള്ള പ്രത്യേക പദവിയുള്ള വിസയ മനുഷ്യന് കൊടുത്തു. എത്ര പേർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും? ആ രാജാവിൻ്റെ മുന്നിൽ യേശുവിനെ താൻ ഉയർത്തി തൻ്റെ കയ്യിലുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ വചനം രാജാവിൻ്റെ കയ്യിൽ കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ പറയാം, ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത ആരും ഇതിനകത്തില്ല. നിന്റെ മേൽ ദൈവം പകർന്ന ശുശ്രൂഷ നീ ഒന്ന് വ്യാപാരം ചെയ്താൽ മതി. നീ ഒരു ചെറിയ പ്രാർത്ഥനക്കാരനായിരിക്കാം, നിന്റെ പ്രാർത്ഥന ഫലിക്കാൻ പോവുക. നീ ഒരു ചെറിയ പ്രവാചകനായിരിക്കാം, നീ രാജ്യങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ പോകുക, പട്ടണങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ പോകുക, ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ പോകുക. അങ്ങനെ ഒരു എൻഡ് ടൈം റിവൈവലിലേക്ക് ലോകം സാമേൻ മാറിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് കുവൈറ്റിൽ സഭാ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി അവിടുത്തെ രാജഭരണം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ രാജകുടുംബത്തിൽപ്പെട്ട ആമേൻ ഒരു മനുഷ്യൻ ആമേൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ആ രാജ്യത്ത് പരസ്യമായി ഈ വിശ്വാസ പ്രമാണമോ വിശ്വാസമോ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ആ മനുഷ്യൻ യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തു. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞപ്പം പറഞ്ഞു, നിനക്കെന്തോ മനോരോഗം ഉണ്ടെന്ന് പറഞ്ഞു, നീ രാജകുടുംബം ആയതുകൊണ്ട് നിന്നെ വെറുതെ വിടുന്നെന്ന് പറഞ്ഞു. ഇനിയും തൻ്റെ നിലനിൽ പാപത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യൻ അവിടുന്ന് അമേരിക്കയിലേക്ക് ചേക്കേറി. ആ രാജ്യത്ത് എന്നപ്പോൾ അവിടുത്തെ ആമേൻ അമേരിക്കയിലുള്ള ആമേൻ ഇമിഗ്രേഷൻ ഓഫീസിൽ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. റോയൽ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തി കുവൈറ്റിലെ എല്ലാ സൗഭാഗ്യങ്ങളും കളഞ്ഞിട്ട് എന്തിനാ ഈ രാജ്യത്ത് വന്നത്? ആമേൻ. ആ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലേ? യേശുവിനെക്കുറിച്ച് പബ്ലിക്കായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, രാജകീയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരുവനെ രാജാവായി വാഴിച്ചിരിക്കുക. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരുത്തനെ രാജാവായി വാഴിച്ചിരിക്കുക. ആ വ്യക്തിയായ എൻ്റെ രാജാവ്. ഏത് രാജാവ്? രാജാതിരാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാൺമാൻ കഴിയാതെ വണ്ണം തേജസ്സിന്റെ പ്രഭയിൽ അധിവസിക്കുന്ന രാജാവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തു. അനേക രഹസ്യ ക്രിസ്ത്യാനികൾ ഈ ലോകത്തുണ്ട്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവിന് ഒത്തിരി രഹസ്യ ശിഷ്യന്മാരുണ്ടായിരുന്നത് പോലെ
ലോകത്തിന്റെ 5 വൻകരകളിൽ കർത്താവിന് വേണ്ടുന്ന ചിലതിനെ കർത്താവ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴിവിടെ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും യുവയുടെ ഒരു കോണിൽ ദൈവം കണ്ടിട്ടുള്ള ചിലർ രഹസ്യമായി യേശുവിനെ ആരാധിക്കുന്നു. അമേരിക്കയിൽ അനേക ദൈവമക്കളുണ്ട്, ആഫ്രിക്കയിൽ ദൈവമക്കളുണ്ട്, ഇന്ത്യയിൽ ദൈവമക്കളുണ്ട്. ലോകത്തിന്റെ 5 വൻകരകളിൽ ഉണർവിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാര്യാവരെ യോനാച്ചാൻ എന്നു പേരുള്ള ശക്തനായ ഒരു പ്രവാചകൻ ആത്മാവിൽ മരണത്തിന് മുമ്പ് വിളിച്ചു പറഞ്ഞു, വടക്ക് നിന്നൊരു വാള് തെക്കോട്ട് വരുന്നുണ്ട്, പക്ഷേ തെക്ക് നിന്ന് പുറപ്പെടുന്ന തീ ആ വാളിനെ നിർവീര്യമാക്കും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ സുവിശേഷത്തിൻ്റെ വിത്തുപാകാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് അന്ധകാര മണ്ഡലം വാളെടുത്തു തുടങ്ങി. അനേകരുടെ ജീവൻ തൃണവൽക്കരിക്കപ്പെട്ടു. അനേകം പേർ മരണത്തിൻ്റെ മുമ്പിൽ തീർന്നുപോയി. അനേകരെ ചുട്ടുകരിച്ചു. അനേക സഭകൾ ഇല്ലാതാക്കി തീർത്തു. വടക്കുന്നൊരു വാൾ പുറപ്പെട്ടാൽ നീ പ്രാർത്ഥിച്ചോ, തെക്കുന്നൊരു തീ പുറപ്പെട്ടി എന്നാൽ ചുറ്റുമുള്ള വൈരികളെ ദഹിപ്പിച്ചു കളയും. ഇന്ത്യ യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെടാൻ പോകുകയാ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എന്റെ ദൈവത്തെ എത്ര പേർ ഈ ദൂത് പിടിക്കുന്നുണ്ട്. നിന്നെ ഒരു ഉണർവിന്റെ വക്താവായി ഇതേ എഴുന്നേൽപ്പിക്കാൻ പോവാ. നിന്റെ തലമുറകളെ ആ ഉണർവിന് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോവാ. എത്ര പേർ അടുത്ത ദൂതിൽ ഏറ്റെടുക്കുന്നുണ്ട്? നീ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ ഭരണകർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ പോയിട്ടില്ലാത്ത മേഖലകൾ നിന്റെ തലമുറകൾ കർത്താവിന്റെ സാക്ഷികളായി നിൽക്കും. അത് തിരിച്ചറിയുന്നവർ ആത്മാവിൽ പറഞ്ഞാട്ട് രാജകീയ പുരോഹിത വർഗമായി ദൈവം ചിലരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങൾ. പൗലോസ് വെളിപ്പാട് പറഞ്ഞു. അപ്പൊ പൗലോസ് പറഞ്ഞതിനേക്കാൾ ഉപരി കപ്പലുടമയുടെയും മാരുമിയുടെയും വാക്ക് അവരെന്ത് ചെയ്ത് അധികം വിശ്വസിച്ചു. വചനം പറയുന്ന ആദ്യം ഒരു കാറ്റടിച്ചു, പിന്നെ വല്ലാത്ത കൊടുങ്കാറ്റിൽ അകപ്പെട്ടിട്ട് രക്ഷപ്പെടുമെന്നുള്ള ആശയേറ്റുപോയി. ഒന്നുകൂടെ കയറി പറഞ്ഞ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കപ്പൽ കംപ്ലീറ്റ് തകർന്നു. സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് കപ്പൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. ഈ സമുദ്രം എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. ചില സമുദ്രത്തിന്റെ ആഴം നമുക്കറിയാം. 8 കിലോമീറ്റർ ആഴമുള്ള സമുദ്രമുണ്ട്, 12 കിലോമീറ്റർ ആഴമുള്ള സമുദ്രമുണ്ട്. ആഴം ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇവിടുന്ന് 12 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എവിടെ വരെയാണ്? അത്രയും ആഴമുള്ള സമുദ്രമാണ്. അതിൻ്റെ അടിത്തട്ട് തകർന്നിട്ട് കപ്പൽ തകർന്നുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, സൂര്യനെ കണ്ടിരുന്നെങ്കിൽ പകലാണെന്ന് പറയാം, ചന്ദ്രനെ കണ്ടിരുന്നെങ്കിൽ രാത്രിയാണെന്ന് പറയാം. അപ്പോൾ സൂര്യനെയും കാണുന്നില്ല, ചന്ദ്രനെയും കാണുന്നില്ല, നക്ഷത്രങ്ങളെയും കാണുന്നില്ല. ഒരു കൂരിരുട്ടെന്ന് വേണേൽ പറയാം. ഇവിടുത്തെ ലൈറ്റ് അണച്ചാൽ ഇതിനകത്ത് അന്ധകാരം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അത്രമാത്രം അന്ധകാരത്തിൻ്റെ ആഴത്തിൽ കിടക്കുമ്പം പ്രാർത്ഥിക്കുന്ന ഭക്തൻ ആ പലകപ്പുറത്തോട്ട് മുട്ടുമടക്കി ആ കപ്പലിലോട്ട് എന്ത് ചെയ്തു? മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പം സാക്ഷാൽ ദൈവത്തിൻ്റെ ദൂതൻ നടുക്കടലിൽ ഇറങ്ങി വന്നു. പൗലോസിനോട് പറഞ്ഞ്, നീ ഭയപ്പെടണ്ട, നിന്നെ കൈസറുടെ മുന്നിൽ കൊണ്ട് നിർത്തും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ ഭയപ്പെടണ്ട, നീ കൈസറുടെ മുന്നിൽ പോയി നിൽക്കാൻ പോവാ. ആ കപ്പൽ യാത്ര ചെയ്യുന്നവരൊക്കെ വലിയ മാന്യന്മാരൊന്നുമല്ല, ഒത്തിരി തടവുകാർ ആ കപ്പലിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട്. പൗലോസ് എന്ന് പേരുള്ള ഒരൊറ്റ ദൈവ മനുഷ്യൻ, ക്രിമിനൽസ് ആ കപ്പലിനകത്ത് യാത്ര ചെയ്യുന്നത്. പക്ഷേ പൗലോസ് എന്ന് പേരുള്ള ദൈവ മനുഷ്യൻ നിമിത്തമായി ആ കപ്പലിലുള്ള സകല മനുഷ്യരെയും ആ ഒറ്റ യാത്ര കൊണ്ട് ദൈവം അവകാശമായി കൊടുത്തെങ്കിൽ, ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നീ യാത്ര ചെയ്യുന്ന മേഖലയിൽ ദൈവം ചിലരെ നിനക്ക് അവകാശമായി തരാൻ പോവാ. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന ചിലരെ ദൈവം നിനക്ക് അവകാശമായി തരാൻ പോകുകയാ. നീ കാലുകുട്ടുന്ന മണ്ണിൽ ദൈവം ചിലരെ നിനക്ക് അവകാശമായി തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കപ്പലെല്ലാം തകർന്നു, കൂരിരുട്ട. ആ ദൈവമനുഷ്യൻ പറയുന്ന, അതുകൊണ്ട് പുരുഷന്മാരെ നിങ്ങൾ ഇപ്പോൾ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുക. അപ്പോസ്തല പ്രവൃത്തി 27:25. അതുകൊണ്ട് പുരുഷന്മാരെ ഇപ്പോൾ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുക. അടുത്തൊരു വെളിപ്പാട് പറഞ്ഞു, ഒരു ദ്വീപിൽ ചെന്ന് നമ്മൾ മുട്ടി വീഴും. ദ്വീപിൻ്റെ പേര് അന്നേരം പറഞ്ഞില്ല.
എന്നാൽ ആത്മാവിൽ പറയുക ഒരു ദ്വീപിൽ ചെന്ന് മുട്ടി വീഴും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് പറയുന്നു, ചില ഐലൻഡുകളുടെ ഉണർവിന് വേണ്ടി ദൈവം ചിലർ ഉപയോഗിക്കാൻ പോകുക. ചില പട്ടണങ്ങളുടെ ഉണർവിന് വേണ്ടി ദൈവം ചിലർ ഉപയോഗിക്കാൻ പോകുക. ചില ദേശങ്ങളുടെ ഉണർവിന് വേണ്ടി ദൈവം ചിലർ ഉപയോഗിക്കാൻ പോകുക. ഇപ്പോഴുള്ള കൊടുങ്കാറ്റ് സാരമില്ല, ഇപ്പോഴുള്ള പ്രതികൂല സാരമില്ല, അതിനപ്പുറത്തായി ദൈവം ഒരു കാര്യം കണ്ടിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അപ്പൊ സ്വാഭാവികമായി തടവുകാര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതാരായി ഈ കുറ്റാക്കൂരിട്ടിൽ ഈ വെളിപ്പാട് പറഞ്ഞത്? എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നതുമായി എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ കൈസർ എന്ന് പേരുള്ള ഭരണകർത്താവിൻ്റെ മുന്നിൽ പോയി നിൽക്കേണ്ട വ്യക്തിയാ. ഓ, എത്ര പേർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പുരുഷന്മാരെ, നിങ്ങൾ ധൈര്യത്തോടിരിപ്പീൻ. അടുത്ത സെക്കൻഡിൽ കപ്പൽ മുഴുവൻ തകർന്നു. പലകപ്പുറത്തൊക്കെ പിടിച്ച് ആരും മരണപ്പെടാതെ എല്ലാവരും മറുകരയെത്തി. ഒരു കാര്യം ഞാൻ പറയാം, പൗലോസ് എന്ന പേരുള്ള ദൈവമനുഷ്യൻ നിമിത്തമായി ഒറ്റ മനുഷ്യൻ പോലും മരണപ്പെടാതെ വണ്ണം അത്ഭുതകരമായി മറുകര എത്താൻ കാരണം കപ്പലിലുള്ളവരെ മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ ദൂത. ഇന്ന് പകൽ ഈ ദൂതിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒരൊറ്റ മനുഷ്യൻ പോലും നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ നഷ്ടമായി പോകാതെ വണ്ണം നീ ഒരൊറ്റ വ്യക്തി മുഖാന്തരം സകലരെയും വിടുവിച്ചെടുക്കാൻ ഒരു അഭിഷേകം. എത്ര പേർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും? പലകപ്പുറത്തൊക്കെ പിടിച്ച് നീന്തി മറുകര എത്തി. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, സ്വന്തമായിട്ട് ബോട്ടുള്ളവർ മറുകര എത്തിയിട്ടില്ല. സ്വന്തമായിട്ട് കപ്പലുള്ള പലരും പാതി വഴിയിൽ തകർന്നുപോയി. എന്നാൽ വാക്തത്വമുള്ളവൻ പലകപ്പുറത്ത് പിടിച്ചാണെങ്കിലും മറുകര എത്തും. ഓ, ആ ദൂതിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആത്മാവിൽ ഞാൻ പറയാ, ഒരു സാധ്യത ഇല്ലാത്തിടത്ത് ദൈവം നിന്നെ മറുകര എത്തിക്കുന്ന ദിവസങ്ങൾ തൊട്ട് മുന്നിലുണ്ട്. അവനിൽ ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന പകലായി തീരട്ടെ. സ്വന്തമായിട്ട് കപ്പലുള്ളവര് മറുകര എത്തിയില്ലെങ്കിലും വാക്തത്വമുള്ളവൻ പലകപ്പുറത്ത് പിടിച്ചാണെങ്കിലും മറുകര എത്തും. എത്ര പേർ ചേർന്ന് സ്തോത്രം ചെയ്യും? എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുക. പൗലോസിനെ കൊന്നുകളയാൻ വേണ്ടി കച്ചകെട്ടി വന്നത് യഹൂദന്മാരാണ്. ഇന്ന് ലോകത്തിൻ്റെ ഏത് നെറുകയിലും ഒരു സ്ഫോടനം നടത്തണമെങ്കിൽ അവർ വിചാരിച്ചാൽ നടക്കും. അവർ പറഞ്ഞ ഒരു കാര്യം, ഇവനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ വെള്ളം പോലും കുടിക്കത്തില്ല. കഠിന ശപഥം എടുത്തെന്ന വചനത്തിൽ വായിക്കുന്നത്. കഠിന ശപഥം. ഇവനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ വെള്ളം പോലും കുടിക്കത്തില്ല. സ്വാഭാവികമായിട്ടൊരു ഭീഷണി വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയപ്പെടും. ഏലിയാവിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പൗലോസ് എന്ന പേരുള്ള ദൈവ മനുഷ്യനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ വെള്ളം പോലും കുടിക്കത്തില്ലെന്ന് പറഞ്ഞപ്പം ഏത് പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിൻ്റെ മുഖത്തേക്കാണ് ഒരു ഭക്തൻ നോക്കുന്നത്. ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ ആരൊക്കെ ഏതെല്ലാം ഭീഷണി പറഞ്ഞാലും നീ പേടിക്കേണ്ട, ആദ്യം ദൈവമുഖത്തേക്ക് നോക്കണം. സ്വർഗത്തിലെ ദൈവം തന്നോട് പറഞ്ഞേടാ, നീ എന്തിനാ പേടിക്കുന്നത്? നീ യെരൂശലേമിൽ എന്നെ ശുശ്രൂഷിച്ചതുപോലെ പറഞ്ഞാട്ടെ, റോമിലും നീ എൻ്റെ സാക്ഷിയാകുമെന്നൊരു വാക്തത്വം ഞാൻ നിനക്ക് കൈമാറുകയാ. ആ വാക്തത്വത്തിൻ്റെ മീതെ ഒരൊറ്റ ശക്തിയും ചലിക്കത്തില്ല. യെരൂശലേമിൽ ശുശ്രൂഷിച്ചതുപോലെ, യുഎയിൽ ശുശ്രൂഷിച്ചതുപോലെ, ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ശുശ്രൂഷിക്കുന്നത് പോലെ, ആമേൻ, അമേരിക്കൻ ഐക്യനാടുകളിൽ, ഇന്ത്യയുടെ മഹാരാജ്യത്തിൽ, ആമേൻ, ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലും നീ എന്റെ സാക്ഷിയായി നിൽക്കുമെന്ന് ദൂതുള്ള ദൈവമക്കൾ ഇന്ന് ദൂതെ കയറി പിടിച്ചോണ്ട് പറ, ഞാൻ ഭയപ്പെടത്തില്ല, എന്നോട് അരുളി ചെയ്ത ദൂതുണ്ട്. ചില കഠിന ശബ്ദങ്ങൾ ഇന്ന് പൊട്ടാൻ പോവാ. നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്നും നിന്നെ തകർത്തിട്ടല്ലാതെ ഞങ്ങൾ പിന്മാറത്തില്ലെന്നും പറഞ്ഞ ചില ഭീഷണിയുടെ നടുവിൽ കഠിന ശബ്ദങ്ങൾ പൊട്ടട്ടെ, കഠിന ശബ്ദങ്ങൾ പൊട്ടട്ടെ. വാക്തത്വത്തിന് മീതെ ഒരു ശക്തിയും ചലിക്കത്തില്ല. ദൈവത്തിന്റെ വാക്കിന് മീതെ ഒരു ശക്തിക്ക് മടങ്ങാൻ കഴിയത്തില്ല. എത്ര പേർ ദൂതിന് മുമ്പിൽ പ്രതികരിക്കുന്നു? നീ യെരൂശലേമിൽ എന്നെ ശുശ്രൂഷിച്ചതുപോലെ റോമിൽ നീ എന്റെ സാക്ഷിയാകുമെന്ന് വാക്തത്വം അങ്ങോട്ട് കൈമാറി. ഈ വാക്തത്വം കേട്ട പൗലോസ് പിന്നെ ഭയമില്ലാതെ അങ്ങോട്ട് സഞ്ചരിച്ചു. ഭയമില്ലാതെ സഞ്ചരിച്ചു. എഫെസോസിൽ ചെന്നു. ആ ദേശം മന്ത്രവാദം കൊണ്ട് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന പട്ടണമാണ്. കൊരിന്തു പട്ടണം പാപത്തിന്റെ തിമിർത്തിൽ ഉല്ലസിക്കുന്ന ഒരു പട്ടണമാണ് കൊരിന്തു പട്ടണം.
എഫെസോസിൽ ചെന്നപ്പോൾ അവിടുത്തെ വലിയ മന്ത്രവാദികളുണ്ട്. തുറന്നോസിന്റെ പാഠശാലയിൽ പൗലോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ ദേശത്തെ മന്ത്രവാദികൾ കിടുങ്ങിപ്പോയി. അവരുടെ മന്ത്രവാദം പ്രാക്ടീസ് ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ പൗലോസിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിക്കത്തക്ക നിലയിൽ ആ മേഖലയെ ഭരിച്ച അന്ധകാര ശക്തിയെ അഭിഷേകമുള്ളവൻ പിടിച്ചുകെട്ടി. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ പറയുന്ന അഭിഷേകമുള്ളവൻ ദേശത്തെ ഏത് അന്ധകാര മണ്ഡലങ്ങളെയും പിടിച്ചുകെട്ടും. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ അടുത്തൊരു റലം ദൈവം നിന്റെ മേൽ കൈമാറാൻ പോകുക. എഫെസസ് പട്ടണത്തെ ഭരിച്ച അർത്തമീസ് ദേവിയുടെ കുടിയിരിപ്പുകളെ തകർക്കുന്ന മന്ത്രവാദികളെ പിടിച്ചുകെട്ടുന്ന അധികാരത്തിന്റെ ശക്തി പൗലോസിന്റെ മേൽ കൈമാറിയതുപോലെ ഇന്ന് പകൽ ദൈവാത്മാവ് ഒരു അധികാരം ചിലരുടെ മേൽ കൈമാറുന്ന പകൽ, ഒരു അഭിഷേകം കൈമാറുന്ന പകൽ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പൗലോസേ, നീ ഭയപ്പെടണ്ട. നീ എഫെസസ് പട്ടണത്തിൽ പോകേണ്ടവനാ. നീ കൊരിന്തു പട്ടണത്തിൽ പോകേണ്ടതാ. തെസ്സലോനിക്ക എന്ന പേരുള്ള വിഗ്രഹാരാധനയുള്ള പട്ടണം മുഴുവൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാ. ഇന്ന് ദൈവപ്പ പറയുന്ന ചില രാജ്യങ്ങളുടെ മേലുള്ള അനോയിന്റിങ് ദൈവം ചിലരുടെ മേൽ കൈമാറുന്ന പകലാ. ചില പട്ടണങ്ങൾ കാലുകുത്താനുള്ള അനോയിന്റിങ് ദൈവം നിന്റെ മേൽ കൈമാറാൻ പോവാ. വിശ്വസിക്കുന്നവർ ആത്മാവിലത് പ്രാപിക്കുക. നീ എന്റെ നാമം ജാതികളുടെ രാജാക്കന്മാരുടെ യഹൂദന്മാരുടെ നടുവിൽ വിളിച്ചറിയിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രം. ഓ, ദൈവശക്തി വ്യാപരിക്കുന്നു. ഒരു കനത്ത ദൈവസാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്നു. അടുത്തൊരു ജനറേഷനെ കർത്താവ് ഇതിനകത്ത് നിലനിൽപ്പിക്കാൻ പോകുക. ഈ വർഷം ദൈവപ്രവൃത്തിയുടെ വർഷമാ. ഈ വർഷം ദൈവമഹത്വത്തിന്റെ വർഷമാ. ഈ വർഷം നിന്നെ പുറപ്പെടുവിക്കുന്ന വർഷം. ഓ രാബാസന്തര, ഓ ജീസസ്, ജീസസ്, ജീസസ്. യേശുവിന്റെ നാമത്തിൽ കഠിന ശബ്ദങ്ങളുടെ നടുവിൽ പൗലോസിനെ പിടിച്ചു നിർത്തിയ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. അബ്രഹാം എന്ന പേരുള്ള ദൈവമനുഷ്യൻ എങ്ങനെ വിശ്വാസികളുടെ പിതാവായി? ഒരു കുഞ്ഞിന്റെ പിതാവാകാൻ ചുരുങ്ങിയ കാലയളവ് മതിയായിരുന്നു. പക്ഷെ വിശ്വാസികളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടാൻ 25 വർഷം വേണ്ടി വന്നു. ചില പ്രാർത്ഥനയുടെ മറുപടി ഡിലേ ആയെന്ന് പറഞ്ഞ്, കുഞ്ഞെ നീ പേടിക്കണ്ട, നിന്നെ ഒരു സാധാരണ പിതാവാക്കാനല്ല, വിശ്വാസികളുടെ പിതാവാക്കാൻ എനിക്ക് ചില ദിവസങ്ങൾ വേണ്ടി വരും. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. വചനം കേൾക്കുമ്പോൾ നീ വിശ്വാസത്തിൽ ശക്തിപ്പെടും. അനേകരുടെ സാക്ഷ്യം കേൾക്കുമ്പം നീ വിശ്വാസത്തിൽ ശക്തിപ്പെടും. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസം സംശയമുളവാക്കും. എല്ലാവരും പറയും നടക്കത്തില്ല. ചുറ്റുപാടുമുള്ള സകല ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിട്ട് പറയും ഒക്കത്തില്ല. ആമേൻ. ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി ഓർത്താൽ നടക്കത്തില്ലെന്ന് ലോകം വിധി എഴുതും. പക്ഷേ അരുളി ചെയ്തത് ദൈവമായതുകൊണ്ട്, അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അബ്രഹാമിനേക്കാൾ വലിയവൻ ഇല്ലാത്തത് കൊണ്ട് സർവശക്തനായ ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിട്ട് പറയുകയാണ്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ആമേൻ, ആമേൻ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽ പോലെ നിന്റെ സന്തതികളെ ഞാൻ ആക്കി തീർക്കും. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ ആ മനുഷ്യൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഒരു സാധ്യത ഇല്ലാത്തിടത്ത്, ആമേൻ, റോമാലേഖനം 4 ഇന്ന് ദൈവത്തിന്റെ അഭിഷിക്തൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എങ്ങനെ വിശ്വസിച്ചു? ആമേൻ. എങ്ങനെ? ആമേൻ. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ഇന്ന് ദൈവാത്മാ പറയുന്നു, മരിച്ച വാഗ്ദത്തം ജീവിക്കാൻ പോവാ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ ദൈവത്തിന് കഴിയും.
പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് അധികാരത്തോടെ പറഞ്ഞാൽ ചിലതൊക്കെ ഇതിനകത്ത് ദൈവം വിളിച്ചു വരുത്തും. ആത്മാക്കളെ വിളിച്ചു വരുത്താൻ നിന്റെ വാക്കിന് കഴിയും. സമ്പത്ത് വിളിച്ചു വരുത്താൻ നിന്റെ വാക്കിന് കഴിയും. വഴിയില്ലാത്തടത്ത് വഴി വിളിച്ചു വരുത്താൻ നിന്റെ വാക്കിന് കഴിയും. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അടുത്ത വാക്യങ്ങൾ പറയുന്നു, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. തൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടും. നിന്റെ വാഗ്ദത്തം എത്രമാത്രം വലുതാണോ അത്രമാത്രം വലിപ്പമേറിയ പ്രതിസന്ധി ഉണ്ടാകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പം നമ്മൾ നോക്കുമ്പം ഇവിടെ മനോഹരമായൊരു ഹോളും സിസ്റ്റവും സ്ക്രീനും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ തുടക്കം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഒരു നദി നോക്കുമ്പോൾ വളരെ മനോഹരമായി ഒഴുകുന്ന നദിയാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഉറവിടം എവിടുന്നാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചെറിയൊരു ഉറവയായിരിക്കും അവിടെ പുറപ്പെട്ടു വരുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴത്തെ സാഹചര്യമല്ല നീ നോക്കേണ്ടത്. ഇതിൻ്റെ തുടക്കം എങ്ങനായിരുന്നെന്ന് നീ ഓർത്തോണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വാഗ്ദത്തം എത്രമാത്രം വലുതാണോ അത്രമാത്രം വലിപ്പമേറിയ പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. ഏലിയാവിൻ്റെ കൂടെ നടന്ന ഏലീശ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഏലിയാവ് ശക്തനായ പ്രവാചകനാണ്. ഏലിയാവ് അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം ഈ ആത്മശക്തി കൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് ലോകപ്രകാരം ഒന്നും വേണ്ട, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. ഏലിയ വന്ദനം പറഞ്ഞ എന്താണെന്നറിയാമോ? അങ്ങ് പ്രയാസമുള്ള കാര്യമാണ് ചോദിക്കുന്നത്, പക്ഷേ ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് വരെ നീ എൻ്റെ കൂടെ നിൽക്കണം. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഭയങ്കര അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ചോദിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിക്കുന്നതെങ്കിലും വില കൊടുക്കാൻ നീ തയ്യാറായാൽ നിനക്കത് കിട്ടും. അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതന്റെ അടുക്ക ചെന്ന് 3 അപ്പം വായ്പ ചോദിച്ചു. ആ സ്നേഹിതൻ തരത്തില്ലെന്ന് പറഞ്ഞില്ല. ലജ്ജ കൂടാതെ ആ വാതുക്കൽ സ്നേഹിതനാകെ കൊണ്ട്, ആ സ്നേഹബന്ധത്തിനൊരു ഭയങ്കര വിലയുണ്ട് കേട്ടോ. അവർ തമ്മിലുള്ള ബന്ധം ദൃഢമായിരുന്നു. സ്നേഹിതനാകെ കൊണ്ട് ലജ്ജ കൂടാതെ ആ വാതുക്കൽ മുട്ടിക്കൊണ്ടിരുന്നപ്പം 3 അപ്പമല്ല ചോദിച്ചത്, വേണ്ടുന്നിടത്തോളം കൊടുത്തു. ഇന്ന് ദൈവാത്മാ പറയുന്ന ഇരട്ടി പങ്ക് ചോദിച്ചവനോട് ഏലിയ പറഞ്ഞു, യഹോവ എന്നെ ഗിൽഗാലിലേക്ക് അയച്ചിരിക്കുന്നു, എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു, എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. ഏതൊക്കെ സ്ഥലത്ത് പോയാലും ഏലീശയ്ക്ക് പറയാനൊരു കാര്യമുണ്ട്, യഹോവയാണ്, എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. ഇന്ന് വാഗ്ദത്തം കേട്ട ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ, ഞാൻ എൻ്റെ കർത്താവിനെ ഈ കാര്യം നിവർത്തിക്കപ്പെടുന്നത് വരെ വിടത്തില്ലെന്ന് പറഞ്ഞ് മുറുകെ പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിനകത്ത് ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ വെളിപ്പെടുന്ന വർഷമായി ഇത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറഞ്ഞാട്ട് ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും നിഷ്ഫലമായി പോകാതെ സകലതും നിവർത്തിപ്പാൻ എന്റെ ദൈവത്തെ കൊണ്ട് കഴിയും, എന്റെ ദൈവത്തെ കൊണ്ട് കഴിയും, എന്റെ ദൈവത്തെ കൊണ്ട് കഴിയും. അവസാന മണിക്കൂറായി ഏലിയാവ് ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുമ്പം ഈ വാഗ്ദത്തം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വേദന കൊണ്ട് അവന്റെ ഉടുപ്പ് ഏലീശ വലിച്ചു കീറിയപ്പോൾ ഉയരത്തിൽ നിന്ന് വീണ ഭുതപ്പെടുത്തു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവസാന മണിക്കൂർ വരെ ഏലിയാവിന്റെ പുറകെ നടന്നവന് വാഗ്ദത്തം കിട്ടിയത്. ജീവിതത്തിൽ ഒരു സൗഭാഗ്യം കിട്ടുമ്പം കർത്താവിനെ ഇട്ടച്ച് പോകുന്നവരെ കർത്താവിന് വേണ്ട. അവസാന മണിക്കൂർ വരെ സഹിച്ച് നിൽക്കുന്നവന്, അവസാന മിനിറ്റ് വരെ വാഗ്ദത്തത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്നവന് അത് പ്രാപിക്കത്തക്ക നിലയിലൊരു ദൈവപ്രവൃത്തി, അത് പ്രാപിക്കത്തക്ക നിലയിലൊരു ദൈവപ്രവൃത്തി ഇന്നെന്നോട് കർത്താവ് പ്രവചിക്കാൻ പറയുന്ന അവസാന മിനിറ്റ് വരെ ദൈവസഭയുടെ ഉണർവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി രാജ്യങ്ങളുടെ അഭിഷേകം, പട്ടണങ്ങളുടെ അഭിഷേകം, ഭൂഖണ്ഡങ്ങളുടെ അഭിഷേകം, ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ ദൈവാത്മാ വെളിപ്പെടുത്തുന്ന ദിവസം അവനിൽ ഈ പ്രത്യാശമുള്ള ദൈവമക്കൾ ഒരുമിച്ച്
ഷാരാമ ഹംസിയാദര ഓ റബസിയാന്തര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ജയം ഇതിനകത്ത് നടക്കാൻ പോവാ. ഒരു ജയം ഇതിനകത്ത് നടക്കാൻ പോവാ. ഒരു ജയം ഇതിനകത്ത് നടക്കാൻ പോവാ. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഭാഗ്യമുള്ളവര്. ഓ റബസന്തരാജന ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്വർഗം ഇതിനകത്ത് തുറന്നു നിൽക്കുക. തുറന്ന സ്വർഗത്തിന്റെ കീഴിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. റബലമനഘടക സകലഘടകധര ധനഹധര ഗൽഖമാനിയ ഓടിവി കന്ദര ലകത്തര പ്രവാചക. ഓ ഇതിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ പോകുക. മരണത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ദൈവശക്തി. ഞാൻ എൻ്റെ വല്യപ്പച്ചനെ പോലെ ഈ അപ്പച്ചനെ സ്നേഹിച്ചോണ്ട് വളരെ ബഹുമാനത്തിൽ ഓ കർത്താവിൻ്റെ ദൂതി ഞാൻ കൈമാറുകയാണ്. ഇതുപോലെ ഒരു അപ്പച്ചൻ്റെ ബാഗൊക്കെ പിടിച്ച് അംബാസഡർ കാറൊക്കെ ഓടിച്ച് ഞാൻ ഒരു ഡിസൈപ്പിളായിട്ട് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് നിന്ന ഒരു വ്യക്തി. അപ്പച്ച പൗലോസിനോട് പറഞ്ഞു, യെരുശലേമിൽ നീ എന്നെ ശുശ്രൂഷിച്ചതുപോലെ റോമിലും നീ എൻ്റെ സാക്ഷിയാകുമെന്ന് പൗലോസിനൊരു ദൂത് കൊടുത്ത പോലെ ഇന്ന് ഈ പട്ടണത്തിൽ വന്നത്. ആരോഗ്യം അനുവദിക്കുന്നില്ലെന്ന് ലോകം പറഞ്ഞാലും കർത്താവ് പറയുന്നു, ഞാൻ അനുവദിച്ചതുകൊണ്ട് ഈ പട്ടണത്തിൽ വന്നു. ഈ ദേശത്തെ ശുശ്രൂഷയിലൂടെ ഇത്രയും നാളത്തെ സുവിശേഷ കാലഘട്ടത്തിൽ ചെയ്തിട്ടില്ലാത്ത അസാധാരണമായ ചില പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം പ്രിയ അപ്പച്ചനെ ഉപയോഗിക്കാൻ പോവാ. ഈ ദേശത്ത് വെച്ച് ആമേൻ വർഷങ്ങൾ അനേകർ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യം ഈ വന്ധ്യ ആമേൻ പ്രായമുള്ള വാത്സല്യ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ നടക്കും. നിങ്ങൾ വിശ്വസിച്ചോ? വർഷങ്ങൾ അനേകർ പ്രവചിച്ചിട്ട് നടക്കാത്ത കാര്യം ഈ ദൈവമനുഷ്യൻ പറയുമ്പോൾ നടക്കാൻ പോവാ. റാബ സംധര ലകത്തര. ഈ അപ്പച്ചന്റെ തലമുറകൾ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ട്. ആമേൻ ആമേൻ. അവരുടെ ലൈഫിലും അസാധാരണമായ ഒരു പ്രവൃത്തി എൻ്റെ കർത്താവ് ചെയ്യാൻ പോവാ. ഞാൻ തലമുറയായി നിങ്ങളുടെ സങ്കേതം എന്ന വചനത്തിൽ വായിക്കുന്ന പോലെ റബസിയാന്തര ക്രൂശ് ചുമക്കാൻ നിർബന്ധിക്കപ്പെട്ട കുറേനക്കാരനായ ശിമോന്റെ തലമുറകൾ മാനിക്കപ്പെട്ടതുപോലൊരു മാന്യത നിങ്ങളുടെ തലമുറയിൽ വെളിപ്പെടാൻ പോവാ. അങ്ങനെ പ്രവചിക്കാൻ കർത്താവിനോട് പറയുന്നു. ഇതൊരു ദൈവപ്രവൃത്തിയുടെ വർഷമാ. അതിനായിട്ടാ ഈ പിതാവിനെ കർത്താവ് ഇതിനകത്ത് കൊണ്ടുവന്നത്. ദൈവാത്മാ പറയുന്നു, ശിമയോൻ ചില വാഗ്ദത്തം കണ്ടു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് ഞാൻ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. ശിമയോൻ ആ കർത്താവിന്റെ ക്രിസ്തുവിനെ കണ്ടിട്ടാ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഈ ദേശത്ത് കാലുകുത്തിയതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് തീരാത്ത ജല മണ്ണിലേക്ക് പരിശുദ്ധാത്മാവ് തന്റെ ദാസനെ കൊണ്ടുവന്ന് എത്തിക്കും. വിശ്വാസമുണ്ടോ? ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്ന പദങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദേശത്ത് ഒരിക്കലും കാലുകുത്തൊന്ന് വിശ്വസിച്ചതല്ല, മാനുഷികമായി ചിന്തിച്ചതല്ല. എന്നാൽ ഇതിനപ്പുറത്തായ ചില പട്ടണങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രിയ പിതാവിനെ കൊണ്ട് നിർത്തുന്ന നാളുകൾ അതിവിദൂരമല്ലെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. അവനിൽ ഈ പ്രത്യാശമുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ആ മകൾ ഒരു നിമിഷം ഒന്ന് ദൈവസ്ഥൽ എഴുന്നേറ്റ് ഒരു ദൂത് കൈമാറാനുണ്ട്. പരിശുദ്ധാത്മാവ് മകളോട് ഇടപെടുകയാ. റബം സിയാന്ധര, നിന്റെ ജീവിതത്തിന്റെ എല്ലാ നിർണായക കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരംഭത്തിൽ ഒരു വലിയ തടസ്സം നേരിടാറുണ്ട്. നടക്കത്തില്ലെന്നൊക്കെ ലോകം വിധി എഴുതിയ കാര്യങ്ങളാ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് നടന്നത്. എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. മൾട്ടി കൾച്ചർ, മൾട്ടി ലാംഗ്വേജിലുള്ള ചില വ്യക്തികളെ ഞാൻ നിന്റെ ശുശ്രൂഷയിലൂടെ ഞാൻ നിനക്ക് അവകാശമായി തരും. ഓ റബസിയാന്തര. പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞു, വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്ക. ദൈവപ്പ പറയുന്നു,
ഞാൻ നിന്നെ ഇവിടുന്ന് പുറപ്പെടുവിക്കും. എനിക്ക് നിന്നിലൂടെ അസാധാരണമായ ചില പ്രവർത്തികൾ ചെയ്യാനുണ്ട്. നീ ചെന്ന് കാലുകുത്തുന്ന ചില മണ്ണിൽ മൾട്ടി കൾച്ചറിലുള്ള, മൾട്ടി ലാംഗ്വേജിലുള്ള ചില വ്യക്തികളെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് കൈമാറും. കിന്നരവായനയിൽ നൈപുണ്യമുള്ള ദാവീദിനെ ശൗലിന്റെ ദുരാത്മാവിനെ മാറ്റാൻ ഉപയോഗിച്ചതുപോലെ നിന്റെ കരത്തിന്മീതെ ഒരു ദൈവശക്തി ചലിച്ച് ചില അഡിക്ഷനിൽ കിടക്കുന്ന ചില കുട്ടികളെ പുറത്തെടുക്കാൻ ഒരു അസാധാരണമായ ദൈവകൃപ നിന്റെ മേൽ ചലിക്കുന്ന പകലായത്. തിരിച്ചറിയുന്നവർ ആത്മാവിൽ പ്രതികരിക്കട്ടെ. നീ ചെല്ലുന്നിടത്ത് ചില മന്ത്രവാദ ശക്തികളെ, ചില വിച്ച് ക്രാഫ്റ്റിന്റെ ശക്തികളെ നീ അഴിച്ചു മാറ്റും. അങ്ങനെ പറയാൻ പരിശുദ്ധാത്മാ പറയുന്നു. ചിലരെ ഇങ്ങനെ മതം മാറ്റി കൊണ്ടുപോയി ചില കെണിക്കകത്തും സ്ലേവറിക്കകത്തും ആമൻ അടിമത്തത്തിൽ കിടക്കുന്ന ചില കുഞ്ഞുങ്ങളെ നിന്നിലൂടെ പരിശുദ്ധാത്മാ പുറത്തെടുക്കും. അങ്ങനെ പറയുവാൻ പരിശുദ്ധാത്മാവിനോട് ആമൻ എന്നെ നിർബന്ധിക്കുക. ഇന്ന് സഭ ഒന്നുചേർന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ആമൻ ദൈവാത്മാ പറയും, നീ കുഞ്ഞിന്റെ മേൽ ഒരു വലിയ പ്രാർത്ഥനയുടെ വലയമുണ്ട്. ഒരു വലിയ തേജസ് ഇപ്പോൾ ഇറങ്ങുന്നു, ഒരു വലിയ മഹത്വം ഇപ്പോൾ ഇറങ്ങുന്നു, ഒരു വലിയ ദൈവശക്തി ഇപ്പോൾ നിന്റെ മേൽ ഇറങ്ങി വരികയാ. എല്ലാവരും പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. രണ്ടാം സങ്കീർത്തനത്തിലെ വാക്യം മകളെ നിന്നോടുള്ളതാ. എന്നോട് ചോദിച്ചു കേൾക്ക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാം. അവിടെ ഇരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചു. നിന്റെ കർത്താവ് ചിലരെ തൊടാൻ പോവാ. ദൈവാത്മാവ് ചിലരെ ഇന്ന് അടുത്തൊരു റിലത്തിലേക്ക് കയറ്റുന്ന മണിക്കൂറുകളായത്. അടുത്തൊരു റിലത്തിലേക്ക് കയറ്റുന്ന മണിക്കൂറുകളാ. ഈ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന് വലിയ പദ്ധതികളുണ്ട്. ദൈവത്തിന്റെ അഭിഷിക്തൻ ആമൻ ഇന്ന് മറ്റൊരു രാജ്യത്താ നിൽക്കുന്നു. എന്നാൽ ദൈവാത്മാ പറയുന്നു, 2026 എന്ന് പറഞ്ഞ വർഷം ശക്തന്മാരായ ചില അഭിഷിക്തന്മാർ ഈ സഭയിൽ കാലുകുത്തും. ഒരു ശുശ്രൂഷക വൃന്ദത്തെ പുറത്തെടുക്കത്തക്ക നിലയിൽ ഒരു കോളിംഗ് ദൈവദാസന്റെ മേലും ദൈവദാസിയുടെ കുടുംബത്തിന്റെ മേലും ഉണ്ട്. അത് മാത്രമല്ല, ചില പ്രൊഫറ്റിക്കൽ കോൺഫറൻസുകൾ ഈ സഭയോടുള്ള ബന്ധത്തിൽ നടക്കാൻ പോവാ. ഇതിനകത്ത് ചില പ്രവാചക അഭിഷേകമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവിന്റെ ആത്മാവ് ആലോചന തരുന്നു. ഒരു ഭൂഗോളത്തെ തൊടുന്നത് പോലെ ഈ സഭയോടുള്ള ബന്ധത്തിൽ ചില മക്കളെ രാജ്യങ്ങളെ തൊടുന്ന അനോയിന്റിങ്ങിലേക്ക് ദൈവം കയറ്റാൻ പോകുകയാ. പട്ടണങ്ങളെ തൊടുന്ന അനോയിന്റിങ്ങിലേക്ക് ദൈവം കയറ്റാൻ പോകുകയാ. എത്ര ദൈവമക്കൾ ആത്മാവിൽ അത് വിശ്വസിക്കുന്നുണ്ട്? യുഎയിൽ ഒരു വലിയ ഉണർവ് നടക്കും. ആ ഉണർവിൽ ഈ സഭയിലുള്ള ചില ദൈവമക്കളെ അതിന്റെ വക്താക്കളാക്കി ദൈവം നിർത്തും. ചില ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് കയറി ചെന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക ക്ഷണം ഈ സഭയുടെ അഭിഷിക്തനും ഇവിടെയുള്ള ചില ദൈവമക്കൾക്കും ദൈവ അവസരം തരാൻ പോവുക. ഷമാനക സിയാന്തര. എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവിന്റെ അദർശ്യകരം ഇതിനകത്ത് ഇറങ്ങുന്നത് ഞാൻ ആത്മാവി കാണുകയാ. പ്രഭാജകം ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഏലീശയെ പോലെ പ്രിയബ്രതനോട് പ്രവചിക്കാൻ പരിശുദ്ധാത്മ വിടപെടുകയാണ്. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഏലീശ, ആ മനുഷ്യൻ ആമൻ ഇരട്ടി പങ്ക് പ്രാപിച്ചു. ഒറ്റ ദിവസം കൊണ്ടല്ല, ഏലിയാവിന്റെ പുറകെ ഒത്തിരി നടന്നു. മനം മടുത്തില്ല, ഉള്ളം ക്ഷീണിച്ചു പോയില്ല. വേദന കൊണ്ട് ഉടുപ്പ് വലിച്ചു കീറി നിലവിളിച്ചവൻ ഉയരത്തിൽ നിന്ന് വീണ് അത്ഭുതപ്പെടുത്ത് യോർദാനെ അടിച്ച്
ഒരിരട്ടിപ്പങ്കിൻ്റെ ശുശ്രൂഷ ചെയ്തതുപോലെ ഒരിക്കലും ഈ കൃപ വരുമെന്ന് നീ ചിന്തിച്ചതല്ല. ഞാൻ നിന്നെ ഇതിനകത്തേക്ക് വിളിച്ചിറക്കിയതാണ്. കൂട്ടം തെറ്റിപ്പോയ ഒരാടിനെ പോലെ നീ തെറ്റി ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ചതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന തരുന്നു. ലൈഫിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നടന്നുവെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഡിലേ ആയി കിടക്കുക. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, അതെൻ്റെ മഹത്വത്തിനായിട്ടാണ്, എൻ്റെ മഹത്വത്തിനായിട്ടാണ്. ഞാൻ നിന്നെ ഒരു അത്ഭുതത്തിൻ്റെ ഉപകരണമാക്കി നിർത്തും. റബം സിയാം ധരാധനാധര ഓറിയാം ധമാനകസിയ. ചില പ്രൊഫറ്റിക്കൽ കോൺഫറൻസുകളിലേക്ക് നിന്നെ പ്രത്യേക ക്ഷണിതാവായി വിളിച്ചു കൊണ്ടുപോകുന്ന ദിവസങ്ങൾ മുന്നിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു അനോയിന്റിങ് ചുമക്കുന്ന വ്യക്തികളാ. വിശ്വസ്തയോടുകൂടെ എന്നെ സേവിക്കുന്നതിൻ്റെ അനന്തര ഫലമായി എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ എൻ്റെ പിതാവ് മാനിക്കുമെന്നുള്ള വചനത്തിൽ ഉള്ളതുപോലെ ഒരു വലിയ മാന്യത, ഒരു ഹോണറിങ് നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ദിവസങ്ങൾ മുന്നിലുണ്ട് എന്ന് ദൈവാത്മാവ് ആലോചന തരുന്നു. ഈ UI എന്ന പേരുള്ള ഹബ്ബിൽ നിന്നുകൊണ്ട് 5 വൻകരകളെ തൊടുന്ന ദൈവിക അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറാൻ പോവാ. എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? റബം സിയാം ധര അധരജാനഗസിയ ദൂരിബി ഖംദൽ ഖനാസിയാം ധര. എൻ്റെ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ശ്രേഷ്ഠ ദൂതന്മാർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വർഷങ്ങളായി കരയുന്ന വിഷയത്തിന്റെ മറുപടിയുമായി ദൂതൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഷാമാന. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ്. ഇന്ന് ഈ വചനം നിങ്ങൾ റിസീവ് ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു. പ്രിയപ്പച്ചലിലൂടെ പരിശുദ്ധാത്മാവ് തുടക്കത്തിൽ നിങ്ങളോട് ഇടപെട്ടു. നിങ്ങളുടെ ഉള്ളിലെ അവിശ്വാസമെല്ലാം മാറ്റണം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ ശാസിച്ചത് അവരുടെ അവിശ്വാസത്തെ എന്ത് ചെയ്തു? ശാസിച്ചെന്നാ തിരുവചനം പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ മുന്നിലുള്ള എല്ലാ അവിശ്വാസമെല്ലാം മാറണം. ഇന്ന് ശാരീരികമായ ചില ക്ലേശം അനുഭവിക്കുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊടാൻ പോവാം. റാബാസിയാന്ധര. അസ്ഥികളുമായി ബന്ധപ്പെട്ട് വേദന അനുഭവിക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. റാബാസിയാന്ധര. നാളുകളായിട്ട് ചില ബാക്ക് പെയിൻ അനുഭവിച്ചിട്ട് ആമേൻ ശാരീരികമായ സൗഖ്യമില്ലാതെ ആയിരിക്കുന്ന ചിലരുടെ മേൽ യേശു കർത്താവിന്റെ ആണിപ്പഴുതുള്ള കരം തൊട്ട് അവരെ വിടുവിക്കുന്ന പകലായത് റബലമനക സന്ധര ജഗത്തര പ്രഭാ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനേ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനേ. അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും
നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തത് ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേൾപ്പതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും ഹൃദയത്തിൽ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാ സ്വയാഗമായോനെ. ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാ സ്വയാഗമായോനെ. സൗഖ്യം ഇന്ന് രാത്രി, ഇന്ന് പകൽ നടക്കട്ടെ. ചില ബ്ലോക്കായി കിടക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റബാനിയാം ധരജഗസ്യാം ധരജഗത്തര പ്രഭ ഓടിബി ഖന്ദരാലകം ധേ മനോറിയാം ധരജഗദനഗടഗസ്യാം ധര. യേശു കർത്താവിന്റെ ആദർശ കരവിനകത്ത് ചലിക്കുകയാ. ചില പ്രതിബന്ധങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റുകയാ. ലോക സ്ഥാപനത്തിന് മുന്നമേ നിന്നെയും ക്രിസ്തുവേശുവിൽ കർത്താവ് കണ്ടു. ഈ കൃപയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നു. ഒത്തിരി വാഗ്ദത്തങ്ങൾ നീ കേട്ടിട്ടുണ്ടെങ്കിലും പലതും നിവർത്തിയാകാതെ പെൻഡിംഗ് ആയി കിടക്കുന്നത് ഈ വർഷത്തിൽ ദൈവാത്മാവ് റിലീസാക്കി തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നിന്റെ തലമുറയുടെ മേൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന ദിവസങ്ങൾ തൊട്ട് മുന്നിലുണ്ട്. ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിനകത്ത് ജയത്തിന്റെ കൊടിയുയർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രു ബ്ലോക്കാക്കി വെച്ച പല വിഷയത്തിന് മേലും ദൈവത്തിന്റെ നീതി വെളിപ്പെടുകയാ. എല്ലാവരും ആരാധിക്ക, എല്ലാവരും പ്രാർത്ഥിര്. ഇന്നൊരു വലിയ സൗഖ്യം ഈ ശരീരത്തിൽ നടക്കാൻ പോകുകയാ. ഒരു വലിയ സൗഖ്യം ഈ ശരീരത്തിൽ നടക്കാൻ പോകുകയാ. ഒരു വലിയ ഹീലിംഗ് പവർ ഈ മകന്റെ ശിരസ് മുതൽ പാദം വരെ ചലിക്കുകയാ. കൽദയ പട്ടണമായ ഊരിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റ തേരകിന്റെ മകനായ അബ്രഹാമിനെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നതുപോലെ കർത്താവ് വിളിച്ച് വേർതിരിച്ചത് അത്രയെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അവിടെ നിന്ന് പാമ്പൻ പറഞ്ഞു, ബഹുജാതികൾക്ക് ഓൾ നേഷൻസിന് പിതാവാക്കി മാറ്റുമെന്ന് ഒരു വാഗ്ദത്തം കൊടുത്തതുപോലെ ദൈവം വാഗ്ദത്തം തന്ന് പുറത്തെടുത്തു. ഷാമാനാസിയ ഈ പട്ടണത്തിൽ ദൈവം കൊണ്ടുവന്ന് ഉറപ്പിച്ചു. ആമേൻ. ദൈവത്തിന് ഇനിയും ചില വൻകാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആമേൻ. ചിലരയിലൂടെ കൃപയിലൂടെ കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് ആത്മാവ് ഇടപെടുന്നു. ജാതീയ മേഖലയ്ക്കകത്തുനിന്ന് വരെ നീ മുഖാന്തരം ചിലർ കൃപയിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്ന ആത്മാവ് ഇടപെടുകയാ. വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു സാറ ഉള്ളിൽ ചിരിച്ചു, എങ്ങനെ വാഗ്ദത്തം നിറവേറും? പക്ഷേ പരിശുദ്ധാത്മാവ് ആമേൻ ദൈവത്തിന്റെ ഒരു വിസിറ്റേഷൻ അബ്രഹാമിന്റെ കൂടാരത്തിൽ നടന്നു. അടുത്ത ആണ്ടിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിന്നെ വിരൂപയാക്കുവാൻ ശത്രു ഉണ്ടാക്കിയ ഗൂഢപദ്ധതികളെ ദൈവാത്മാവ് ഇന്ന് തകർക്കാൻ പോവുകയാണ്. നിന്റെ ഉള്ളിൽ ചിരി വരത്തക്ക നിലയിൽ, കരഞ്ഞ വിഷയത്തിന് മേൽ മറുപടി വരത്തക്ക നിലയിൽ, കുടുംബം ഒന്നടങ്കം ആനന്ദിക്കത്തക്ക നിലയിൽ, മനുഷ്യരുടെ മുമ്പിലുള്ള നിന്റെ നിന്നയെ എടുത്തു കളയത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടുന്നു. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരം തട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മനിറവോടെ ദൈവത്തെ സ്തുതിക്കട്ടെ.
പരിശുദ്ധാത്മാവ് പ്രിയ അങ്കിളിനോട് പറയുന്നു, ഒരു ഗോഡ്സ് ഫേവർ തന്റെ ദാസനമേൽ വെളിപ്പെടാൻ പോവാ. റംഷസിയാന്ധരാധനാദിയ. കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ പല മേടുകളിൽ തകർന്നു പോകേണ്ട പല മേഖലയ്ക്കകത്തുനിന്ന് ഞാൻ നിന്നെ വിടുവിച്ച് പുറത്തെടുത്തത് എത്രയെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഷാമാസിയാന്ധരാധന. പൗലോസ് പറഞ്ഞ, ഞാനാകുന്ന ദൈവത്തിന്റെ കൃപയാലാകുന്നു. അതെ, ഇന്നായിരിക്കുന്ന ഗോഡ്സ് ഗ്രേസ് കൊണ്ടാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഈ UAE ഒത്തിരി പ്രതികൂലങ്ങളെ അതിജീവിച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ വണ്ണം ഉടഞ്ഞുപോയൊരു പാത്രമായിരുന്നു നിന്റെ കുടുംബം. പക്ഷേ ആ ഉടഞ്ഞുപോയ പാത്രത്തെ കുശവൻ ചക്രത്തിൽ വെച്ച് തനിക്ക് ബോധിച്ച മറ്റൊരു മാനപാത്രമാക്കിയതുപോലെ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് പണിതത് അത്രയെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്നിപ്പോ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയത്തിനുമേൽ ദൈവത്തിന്റെ ഒരു വലിയ നീതി വെളിപ്പെടാൻ പോവാ. ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിച്ച് കരയും, നിങ്ങളുടെ ദുഃഖം സന്തോഷമാകുമെന്ന് വചനത്തിൽ വായിക്കുന്നെങ്കിൽ മകളെ, പരിശുദ്ധാത്മാ പറയും, നിന്റെ ദുഃഖത്തെ ഞാൻ സന്തോഷമാക്കി കുടുംബം ഒന്നടങ്കം സന്തോഷിക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തിയുടെ ആഴം ഇപ്പോൾ ആരംഭിച്ചു തുടങ്ങി. എല്ലാവരും പ്രാർത്ഥിര്. വചനം മറന്നു പോകരുത്. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യമുള്ളവർ. ഈ സഭയോട് അരുളി ചെയ്ത് നിവൃത്തിയാകും. ചില കുടുംബങ്ങളോട് അരുളി ചെയ്ത് നിവൃത്തിയാകും. ദൈവം വാക്ക് പറഞ്ഞിട്ട് മാറാൻ മനുഷ്യനല്ല. ഈ ലോകത്തിലെ മനുഷ്യന്റെ വാക്ക് മാറും, കർത്താവിന്റെ വാക്ക് മാറത്തില്ല. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഈ സഭയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു ദൈവമഹത്വം ഈ ജനത്തിന്റെ മേൽ ഇറങ്ങി വെളിപ്പെട്ട് വന്നിരിക്കുന്നവർക്ക് സ്തോത്രം. ഈ സഭയുടെ അതിനെ വിശാലമാക്കും. അവിടുത്തെ അഭിഷിക്തൻ കടന്നുപോയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. ഒരു പ്രൊഫറ്റിക്കൽ ചർച്ചായി, ഒരു ആമേൻ, അനേക ജാതികൾ, അനേക ഭാഷക്കാർ, അനേക ദേശക്കാർ വന്നാരാധിക്കുന്ന ഒരു സഭയായി ദൈവത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു. അത് മാത്രമല്ല, ഭൂമിയുടെ അറ്റങ്ങൾ എന്ന് പറയുന്നത് പോലെ രാജ്യങ്ങളിലേക്ക് ദൈവത്തിനെ വളർത്താൻ പോകുന്നവർക്ക് സ്തോത്രം. UAE ചില ആമേൻ ബോർഡറുകളിൽ ഈ സഭകൾ ഓപ്പൺ ആകട്ടെ. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഒരു പുതിയ നാമ്പെടുത്ത് വരുന്നത് പോലെ ഒരു വലിയ തളിർപ്പ് കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നു. The righteous will flourish like a palm tree. They will grow strong like a cedar of Lebanon എന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ ഒരു വലിയ വളർച്ച ദൈവം കൽപ്പിക്കാൻ പോകുന്നതോർത്ത സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. Amen. Thank you, Jesus. പറഞ്ഞ ദൂതലെല്ലാം കറക്റ്റ്. Thank you, Lord. Appa. നിങ്ങൾ ആരും ഇരിക്കരുത്. Amen. Please don't be. Amen. Mole come forward. Shikara mauda ram thala mauda. Holy Spirit. Amen. Ramauda rama. Amen. എല്ലാവരും നിങ്ങളുടെ ആ കസരയിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വാ. Can you all just leave the chair and come forward? എല്ലാവരും കസര വിട്ട് ഒന്ന് അമ്മേ മുമ്പോട്ട്. നാളെ മോള് UK ട്രാവൽ ചെയ്യുവാണ്. ജീസസ്, നാളെ കുഞ്ഞ് വെളുപ്പിന് UK ട്രാവൽ ചെയ്യാണ്. പപ്പ ഇപ്പം പ്രാർത്ഥിക്കും, കഥാദാസന് ചേർന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും മുമ്പോട്ട് കടന്നു വന്നേ. എല്ലാവരും മുമ്പോട്ട് കടന്നു. Can you all just all of you hold hands? എല്ലാവരും ഒന്ന് കൈ കോർത്തൊന്ന് പിടിക്കാൻ പറ്റുമോ? We are going to do a prophetic act. Amen. ഒരു prophetic act. എല്ലാവരും കൈ കോർത്തൊന്ന് പിടിച്ചേ. എല്ലാവരും കൈ കോർത്തൊന്ന് പിടിച്ചേ. Amen. Make a circle. മൗഡ റമ ശബ്ദ മൗഡ. Can you make a circle? ഇത് അമ്മ മോളെ ദൂതന്മാരുടെ
ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ, ഈ ചർച്ചിന്റെ പ്രൊട്ടക്ഷൻ, ജീസസ് ഇവരെല്ലാവരും ചുറ്റി നിൽക്കുന്നത് പോലെ there will be a protection, divine protection, divine protection over your life, amen, over your family life. Divine protection, divine protection with an assignment. Hallelujah. നീ ആള് മാറിയതുപോലെ, നീ ആള് മാറിയതുപോലെ നീ അവിടെ കാലുകുത്തുമ്പോ ജീസസ്, യെസ്, അവിടെ വിടുതലൊക്കെ സംഭവിക്കും. ജീസസ്, ഒന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോസ്തലന്മാരുടെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങൾ ജ്വലിക്കുമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ദൈവസഭയായി ഈ മകളുടെ മേൽ ഞങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇവൾ മുഖാന്തരം ചെല്ലുന്ന പട്ടണത്തിൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി കാണുവാൻ, ഒരു കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തെ ഭയമേ പോലെ ഇവളൊരു ശക്തമേറിയ ശുശ്രൂഷക്കാരിയായി തീരുവാൻ അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മന്ത്രവാദത്തിന്റെ ആഭിചാരത്തിന്റെ കെണി കടക്കുന്ന ചില കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുവാൻ, മൾട്ടി കൾച്ചറിലുള്ള കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുവാൻ ഒരസാധാരണമായ അധികാരം, ഒരസാധാരണമായ അഭിഷേകം ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ അധികാരത്തോടെ കൽപ്പിക്കുകയാ. തലമുറ തലമുറയാ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ദൈവം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഈസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ ദൈവമേ, അവരെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ അദർശകരം ഇവിടെ മേലും ഇറങ്ങാൻ പോകുന്നതോർത്ത് സ്തോത്രം. ഇവൾ മുഖാന്തരം ദൈവസഭയ്ക്ക് ഒരു പുതിയ അടിത്തറയിടുവാൻ യുകെയിൽ കർത്താവ് ഒരു പുതിയ ആരംഭം കുറിക്കാൻ പോകുന്നതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. താവേ, അവിടുന്ന് എന്നെ പൈതലിനോട് അറിയിച്ച ചില വചനങ്ങൾക്കെയും നിവൃത്തി ഉണ്ടാകുവാൻ നീ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ കർത്താവേ. അവൾ കാലുകുത്തുന്ന ദേശം അവൾക്ക് അവകാശമായി കൊടുക്കാമെന്ന് നിന്റെ വാഗ്ദത്ത വചനമാണല്ലോ. കർത്താവേ, അവൾ ഏത് ദേശത്തായിരുന്നാലും അവിടെ ദൈവത്തിന്റെ സഭയെ ഉടലെടുക്കട്ടെ, അവിടെ ജനം വിടുവിക്കപ്പെടട്ടെ, അവിടെ അത്ഭുതം നടക്കട്ടെ. അവളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ആ പ്രദേശത്ത് വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ഭവനത്തിന് അവർ അനുഗ്രഹമായി തീരട്ടെ, ആ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ, സഭകൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. അനേക ജീവിതങ്ങളെ അവളിലൂടെ രക്ഷയിലേക്ക് നടത്തുന്നതിനായി സ്തോത്രം. അനേകരുടെ ബന്ധനങ്ങളെ നീ അഴിക്കുന്നതിനായി സ്തോത്രം. നീ അവളെ കർത്താവേ ശക്തിയോടെ ആ പ്രദേശത്ത് ഉപയോഗിക്കുമാറാകണമേ. അവിടെ ഒരു കർത്താവേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു എന്ന് പറയുവാൻ തക്കവണ്ണം നിന്റെ അത്ഭുത പ്രവൃത്തിയോടെ വെളിപ്പെടുത്തി സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളോട് മേൽ ചൊരിയണമേ കർത്താവേ. യാത്രയിൽ കൂടിയിരിക്കണമേ. കടന്നിരുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ദേശം അനുഗ്രഹിക്കപ്പെടണം, സഭ അനുഗ്രഹിക്കപ്പെടണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ.
മീറ്റിംഗ് അവസാനിപ്പിക്കാം. Gracious Heavenly Father, we thank you, Lord Jesus. We come before your presence once again. We thank you, Lord Jesus, for your ministers who are there in our midst today, Lord Abba. We bless them, their ministry, their family. Lord Jesus, Abba, nothing is accidental, Abba. Everything is done according to your plan and purpose. You brought your servants here, Lord Abba, because Lord Abba, Persis is leaving tonight, Lord Jesus, Abba. She's going there for a great mission, even though she's joining her family, Lord Abba. Joining Davis there, Lord Jesus. A great mission is being given to that family, Lord Jesus, to spread the gospel, to bring souls above, to pull out them from the fire into your kingdom, Lord Jesus. Lord Abba, hallelujah. Let every prophecy that was spoken upon each and every one here, Abba, manifest from this moment right now and upon the church. We commit our servant, Lord, who's in Georgia. Bless him, Abba, use him there mightily, Lord Abba, bring for the meetings there. We commit the Hindi meeting today evening, Lord Jesus, and tomorrow's meeting, Abba. You take control. We commit everything there. We bless your child once again, Persis. Be with her in her journey. Help her to reach there safely, Lord Abba. The divine protection be around her, Lord Abba, and her family. Lord Abba, we believe one thing, Lord Jesus. UK will never be the same anymore. UK, UAE, and all the other countries, Lord, will never be the same again. Because a fire is coming. A fire is coming. Revival is going to strike nations, Lord Abba. Enough, Satan, enough. Enough of your work. It is done. This is our time. This is our time, Satan. We decree and declare in the mighty name of Jesus, by the grace and the mighty power of the Holy Spirit and our Lord Jesus, we, the children of God, are going to conquer nations to bring out the souls. Yes. Amen. Thank you, Lord, for hearing our prayers. In Jesus' mighty name we pray. Amen. Praise the Lord. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധ സഹവാസവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്ന് മുതൽ കർത്താവിന്റെ ഒരു ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ.